Hi, my name is Sajesh K.S. I am from Punalur, Kollam district. I am a psychological counselor. I have completed 1 year diploma in psychological guidance and counseling. I am applying for the certificate from World Skill Council to improve my career. Thank you. നിൽക്കുന്നില്ലെന്നുള്ള സന്തോഷമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പഠന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതാണ്. പ്രധാനമായിട്ടും നമ്മൾ മൊബൈലിൻ്റെ അതുപോലെ തന്നെ ടി വിയുടെ ഉപയോഗം നമ്മൾ പഠിക്കുന്നതിന് തൊട്ട് ഒരു അരമണിക്കൂറിന് മുമ്പായിരിക്കും. അതുപോലെ പഠനത്തിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷവും ഈ മൊബൈൽ ടി വി എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പാടില്ല. പലതിനെ അറിയാം, ഇങ്ങനെ അറിവില്ല. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. മൊബൈൽ നോക്കുന്ന നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിനെ നമ്മുടെ ഈ മൊബൈലിൻ്റെ കൂടുതലായിട്ട് ഉപയോഗം ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ മെമ്മറി മനസ്സിലായില്ലേ, നമ്മൾ പഠിക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ മൊബൈൽ നോക്കുന്നതോടുകൂടി മൊബൈലിലെ കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ പതിയുന്നത്. പിന്നെ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിന് തലച്ചോറിന് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പഠനത്തിൽ ഇതുവരെ തുടർന്നുകൊണ്ട് വന്ന രീതികൾ മാറ്റി വരുത്തിക്കൊണ്ട് പുതിയ സിസ്റ്റം നമ്മൾ പ്ലാൻ ചെയ്യും. മനസ്സിലായി? ഇപ്പം നമ്മൾ പറയുന്ന ആ രീതിയിലുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കും. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കിയത് പഠനത്തിൽ. നമ്മൾ ഇത്ര കാലം അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത് ഇത്ര മണിക്ക് ഇരുന്നിട്ട് അങ്ങനെ ഇത്ര മണിക്ക് പോകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. രാവിലെ കൃത്യമായിട്ട് 5 മണിക്ക് തന്നെ എണീക്കണം. 5 മണിക്ക് ശേഷം കഴിക്കും. അതുപോലെ തന്നെ രാത്രിയിൽ ഉറക്കണം. 7-8 മണിക്കൂർ നമുക്ക് ദിവസം ഉറക്കം കിട്ടും. രാത്രിയിൽ കൃത്യമായിട്ട് 9 മണിക്ക് ഉറക്കം കിടക്കും. അപ്പം മനസ്സിലായി? അപ്പോൾ ഉറക്കം കിട്ടിയിട്ട് നമ്മുടെ രാത്രി നമ്മൾ ഉറക്കത്തിലാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ പതിയുന്നത്, നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പിന്നെ അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എഴുതി നോക്കാറുണ്ടോ? അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ബുക്കിൽ എഴുതി നോക്കണം. അതിനെ റീപെറ്റീഷൻ വീണ്ടും നമ്മൾ പഠിച്ച കാലത്ത് ഓർമ്മിച്ചെടുത്തുകൊണ്ട് നമ്മുടെ നോക്കാതെ തന്നെ നമ്മുടെ അതിനെ ഓർത്തെടുക്കും. മനസ്സിലായി? എറിക്കളിയാണ്. മനസ്സിലായി? പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് അങ്ങനെ ഇടപെട്ടിങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ മനസ്സിലാകാനും പതിവ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടൈം പറയുന്നത് ടൈമിൻ്റെ ആ ഒരു സിസ്റ്റം പോലെ പിന്നെ കൃത്യമായിട്ട് പിന്നെ യോഗ, മെഡിറ്റേഷൻ, മറ്റ് എക്സസൈസുകൾ ഇതെല്ലാം ചെയ്യണം. അതിനുള്ളൊരു ഷെഡ്യൂൾ വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. പ്രധാനമായിട്ട് ബ്രീതിങ് എക്സസൈസ് ഉണ്ട്. അതുപോലെ തന്നെ പൾസ് കൗണ്ടിങ്, യോഗ, മെഡിറ്റേഷൻ, അതിൻ്റെ കുറേ ദിവസം ദിവസം 2 മണിക്കൂർ വെച്ചിട്ട് ദിവസം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പൾസ് കൗണ്ടിങ് ഒക്കെ നമുക്ക് നോക്കാം. പൾസ് കൗണ്ടിങ് അറിയാമല്ലേ? പൾസ് കൗണ്ടിങ് 3 പേരുടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൗണ്ട് ചെയ്തു 120 പ്രാവശ്യം നമ്മൾ കൗണ്ട് ചെയ്തു കിട്ടും നമ്മൾ. അപ്പോൾ അങ്ങനെ വേറെ ശ്രദ്ധ പോകാതെ ഈ പൾസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഏകാഗ്രത വർദ്ധിക്കുവാനും നല്ല മനസ്സിലായി നോക്കി നമ്മൾ നേരെ ഉണ്ടോ നമ്മുടെ രക്തോട്ട് നടക്കട്ടെ. അപ്പോൾ അങ്ങനെ ദിവസം ഒരു 2-3 പ്രാവശ്യം ചെയ്യണം. നല്ല ബ്രീതിങ് എക്സസൈസ്, ചിന്മുദ്ര പിടിച്ച് ശരീരത്തെ മൊത്തം ശാന്തമാക്കുക. സാവകാശം സാവകാശം എടുത്തിട്ട് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്വാസത്തിൽ മാത്രം കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ശ്വാസത്തിൽ ശ്വസനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ലഭിച്ചത്. നമ്മുടെ ശരീരത്തിൽ യാത്ര വർദ്ധിക്കുകയായിട്ട്
അതിനുശേഷം ശ്വാസം അടിക്കുന്നുണ്ടോ ഉള്ളിലോട്ട്, എന്നിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുമ്പോൾ ശ്വാസം ഹോൾഡ് ചെയ്ത് സാവകാശം മൊത്തത്തിൽ ഫ്രീ ആവും. വീണ്ടും ഒരു 20 പ്രാവശ്യം ഡെയിലി ഒരു 3 പ്രാവശ്യം ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഈ ശരീരം കൊണ്ടുപോയി ബോഡി അടുത്ത ഇവിടെ കൊണ്ടുപോകും. മനസ്സിലാക്കി ഒരു പവർ ഉണ്ടാക്കിയെടുക്കാൻ വാരമാണ്. പിന്നെ ഫിസിക്കലി നമ്മൾ ഔട്ട്ഡോർ ഗെയിം നമുക്ക് ഷട്ടിൽ ബാറ്റ് ഫിസിക്കലി നമ്മൾ ശരീരം ഒക്കെ ഫിസിക്കലി കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്താലും മാത്രമേ നമ്മുടെ രാത്രി ഉറപ്പിലെത്താനും മറ്റ് നമ്മുടെ ബാക്ക് ഹാബിറ്റുകളും ഉണ്ടാവാതിരിക്കുന്നത് ഇത് ഡെയിലി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം. പിന്നെ മൊബൈൽ ഉപയോഗം മാക്സിമം കുറയ്ക്കണം. ഒരുപാട് നേരം മൊബൈൽ നോക്കിയിരിക്കുന്നത് രാവിലെ ഫോൺ കാണുന്നത് രാവിലെ കുറച്ച് വ്യായാമങ്ങളും ചെയ്യാനായിട്ട് ഒരുപാട് കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ദിവസവും പുതിയ തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ വിളിക്കണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? ഈ എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഓക്കെ ആണോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.